ഓക്കെ, ഇതാരാ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ എലിസബത്ത് ചേച്ചി. കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ എലിസബത്തിന്റെ കാര്യം സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എലിസബത്തിനെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലൊക്കെ നല്ല രീതിയിൽ കുറച്ച് കമന്റും കാര്യങ്ങളും ഇട്ടേക്കണം. ഇവരുടെ കംബാക്ക് എന്ന് പറഞ്ഞ ഇത് ഞാൻ ശരിക്കും ഇഷ്ടപ്പെട്ട ഇതാണ് ഈ ഒരു വീഡിയോ. ഇതല്ല, ആദ്യം ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ്ടേ, എലിസബത്തിന് ആശംസകളുമായി ബാല ബിരിയാണിയും പായസം ഒരുക്കി ബാലയുടെ നളം പരിക്കില്ല. നമ്മളെക്കാളിലും കടത്തി വെട്ടുന്ന തമ്പിലേനോ, ഈശ്വര തമ്പിലേനോ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ കംബാക്ക് അത് അടിപൊളി തന്നെയാണ്. അതിനെക്കുറിച്ചും കൂടാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് സത്യത്തിൽ ഇവർ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പം കുറേ കാര്യങ്ങൾ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ കരുതി മാത്രമാണ്. നിങ്ങളിത് കാണണം. ഈ പറയുന്ന ആക്ടർ ബാല കോകില, അതുപോലെ അറിയാലോ ഈ ലൂപ്പി പട്ടേൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. താല്പര്യമുള്ളവർക്ക് പോവാം. ഓക്കെ, ബാല 4 മാസം മുമ്പ് കണ്ട അതിനകത്തൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് വെറുപ്പിച്ചൊക്കെ ചെയ്തത് എല്ലാവരും കണ്ടു കാണുമെന്ന് തോന്നുന്നു. ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പിയിരുന്നല്ല പറയുന്നത്. അയാൾ നല്ല കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ട് നല്ല ഹാപ്പി ആയിട്ട് വന്നപ്പോഴാണ് ഓരോ വിഷയങ്ങൾ ഈ പറയുന്ന കോകിലയുടെ കുഞ്ഞിലത്തെ കുറേ ഫോട്ടോസുകളും അതൊക്കെ വെച്ചിട്ട് കുറേ കഥകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് അതിലൂടെ ഞാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ അന്ന് നമ്മൾ എലിസബത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലൈഫ് ഇനി എങ്ങോട്ടാണ് പോകുന്നത്. കാരണം ഇടയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നു, വയ്യാതാവുന്നു, പിന്നെ അവർ കുറേ കഥകൾ വന്നിട്ട് പറയുന്ന അവർ അനുഭവിച്ച് കുറേ പീഡനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അവർ ഒരു കംബാക്ക് കാണണമെങ്കിൽ എലിസബത്ത് ഉദയൻ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾ ഞെട്ടും. സീരിയസ്ലി ഞാൻ പറയണം, വേറെ ലെവലിൽ ഞാൻ പറയാം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുത്തേക്കുക, കമൻറ്റും കൂടെ കൊടുത്തേക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന സബ്ബും കൂടെ ചെയ്യുക. എലിസബത്തിൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. ഞാനൊന്ന് വെച്ച് തരാം, നോക്ക്. ഇത് നമ്മുടെ എലിസബത്ത് തന്നെയാണോ ഇത്? ഏട്ടാ മോനെ, കളിയാകുമ്പോൾ തോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പുള്ളിക്കാരി വീട്ടിൽ തന്നെ ഇരിപ്പ്, പുള്ളി എങ്ങനെയാണ് ഒരുമാതിരി തന്നെ ഒരു വല്ലാത്ത രീതിയിലെ സംസാരവും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് എന്താ പറയുക, ഇങ്ങനെ ഇരുന്ന വല്ലാസവും പിടിക്കുന്നൊക്കെ അന്നത്തെ സമയത്തൊക്കെ വീഡിയോ സംസാരിച്ചിട്ടുള്ളതാണ്. ആ പുള്ളിക്കാരി ഉണ്ടല്ലോ, ഭയങ്കര മാറ്റം എന്ന് വെച്ചാൽ ഭയങ്കര മാറ്റം. അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയോട് തന്നെ ഇതിനെങ്ങനെയാണ് ഇങ്ങനെ മാറി വന്നേ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിന് ആയിട്ടുള്ളൊരു വീഡിയോസ് പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാവേ. ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഇപ്പോൾ ചോദിച്ചോണേ എങ്ങനെയാണ്, ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് ആ ഒരു റിക്കവറിയിലേക്ക് എത്തിയതെന്ന് ചോദിച്ചിട്ടാണ്, അതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ആദ്യം തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഡൗണ്, അതുപോലെ തന്നെ ഡിപ്രഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടതാണ്. അപ്പോൾ അവർ നമ്മളെ കണ്ടിട്ട് അവർ തീരുമാനിക്കും മെഡിസിൻ എടുക്കണോ, ആൻറ്റി ഡിപ്രസൻസ് എടുക്കണോ, കൗൺസിലിംഗ് വേണോ എന്നുള്ള കാര്യങ്ങൾ. സോ അത് മടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആൾക്കാർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സൈക്കാട്രിസ്റ്റിനെ കാണാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും, നാണക്കേടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നമ്മുടെ കാര്യമാണ്, നമ്മുടെ മെൻ്റൽ ഹെൽത്താണ്. വേറെ ആൾക്കാർ എന്താണ്, ആൾക്കാർക്ക് കൈമുറിഞ്ഞ ആൾക്കാർ നോക്കാണ്ടാവും, അല്ലെങ്കിൽ അതൊക്കെ വലിയ കാര്യമായിട്ട് പറയും, അല്ലെങ്കിൽ എന്താ BP, ഷുഗർ, അതുപോലെ തന്നെ വേറെ എന്ത് അസുഖം വന്നാലും ആൾക്കാർക്ക് അതൊക്കെ ഉണ്ട്. പക്ഷേ ഡിപ്രഷൻ വന്നു അല്ലെങ്കിൽ ആൾക്ക് വേറെ എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഡിപ്രഷനിൽ കോമൺ ആയിട്ടുള്ളത് അവർ ഫേക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ പണിയെടുക്കാൻ മടി, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുക. അതുപോലെ തന്നെ അതിനൊന്നും വിലയില്ല, അതൊക്കെ അവരുടെ കയ്യിലിരിപ്പ് കാരണം കിട്ടിയതാന്നുള്ള തരത്തിൽ ഉള്ള ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് ഓൾറെഡി ഡിപ്രഷനുള്ള ആൾക്കാർ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകും. സോ ഇങ്ങനത്തെ ഒരു ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡിപ്രഷനിലായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ മുമ്പൊക്കെ പല സ്ഥലത്തുനിന്ന്, അതായത് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു, അതൊക്കെ എന്നെ എഫക്റ്റ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസ്, മെൻ്റലി പ്രോബ്ലം അല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നോക്കുമ്പോൾ ആ നെഗറ്റീവ് കമൻസ് ഒക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട്
തെറി പറഞ്ഞിട്ടുള്ള കമൻസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലത്തും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നീതിക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ പറഞ്ഞ് റിക്വസ്റ്റും ഇതും ഒക്കെ വിട്ടിട്ട് കുറേ കാലം ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കും ഒരു എന്താ ഈ ബാലയുടെ വിഷയത്തിലാണ് എല്ലാവരും വെയിറ്റ് ചെയ്താണ് ഈ പറയുന്ന എലിസബത്തിന്റെ മറുപടി എന്ന് പറഞ്ഞൊരു സംഭവം. ഇവര് ഇതുവരെ അത്ര 1-2-3 വർഷം എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാതെ എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇവർക്ക് പറയാൻ പേടിയായിരുന്നു ആ സമയത്ത് പേടിയായിരുന്നു. നമ്മുടെ പല യൂട്യൂബേഴ്സൊക്കെ അവരോട് കോൺടാക്ട് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കുറേ കാര്യങ്ങളൊക്കെ ചില ആൾക്കാരോട് പറഞ്ഞു. പിന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, വല്ലതും പറ്റുമോ എന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ അണ്ണൻ്റെ കഥകളൊക്കെ പറയുമ്പോൾ വലിയ കഥകളൊക്കെ ആയിരുന്നു സംഭവങ്ങൾ. കുറേ ഓഫീസേഴ്സുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പം എല്ലാം ഒന്നും ഈ പെണ്ണിന് പറയാൻ അറിയാമല്ലോ, നമുക്ക് ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഒരു സമയത്ത് വന്നിട്ട് ഇവർ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതൊരു 50-60 മിനിറ്റ് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ വീഡിയോ പുള്ളിക്കാരി ഇടുന്നങ്ങ് പറയുന്നത്. ഇരുന്നങ്ങ് പറയും പുള്ളിക്കാരി കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം ഓരോന്നൊക്കെ വെച്ച് സമയം എടുത്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരു 3-4 പാർട്ട് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ചെകുത്താൻ പോയി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെകുത്താൻ സപ്പോർട്ട് ചെയ്ത് ചെകുത്താനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ കുറേ ആൾക്കാരോടൊക്കെ. അതിനുശേഷം പിന്നെ ഈ ബാല വിഷയങ്ങൾ അണഞ്ഞ് കോകിലയുടെ ലാസ്റ്റ് വന്നത് ആ കോകിലയുടെ ഫോട്ടോ വിഷയം കണ്ടായിരുന്നു. ആരോ പുറത്തു വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എതിരെ ബാല വന്നിട്ട് ഭയങ്കര സംസാരവും കാര്യങ്ങളും ഒക്കെ അതങ്ങനെ. പിന്നെ ബാലയ്ക്ക് കിട്ടി ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് വന്നിട്ട് അന്ന് സംസാരിച്ചതാണ്. അമൃതയുടെ മോള് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് ഇവന് ശരിക്കും കൊണ്ടായിരുന്നു. അത് ശാന്തമായതിനു ശേഷമാണ് പുള്ളിക്കാരൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതിനെല്ലാം കഴിഞ്ഞപ്പോഴാണ് എലിസബത്ത് വരികയും അതിൻ്റെ ഇടയ്ക്ക് എലിസബത്തും ഈ പറയുന്ന അമൃതയും തമ്മിൽ കോൺടാക്റ്റ് ആയി സംസാരിക്കുമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് എലിസബത്ത് അവരോട്ട് ഉടക്കിയെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ അവരുടെ എലിസബത്ത് യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയ വ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല, വ്യൂസൊക്കെ കുറവാണ്. എനിക്ക് തോന്നുന്നു അന്നത്തെ വിഷയം വന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർ അറിയാലോ ഇങ്ങനെയുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ആൾക്കാർ ഇടിച്ച് കയറി ചാനലിലോട്ടൊക്കെ നോക്കാനൊക്കെ ചെയ്യുന്നത്. അല്ലാതെ അപ്പോൾ ആൾക്കാരൊന്നും വേണ്ട. ഇപ്പോൾ അവരുടെ ചാനൽ നോക്കുമ്പോൾ ഞാൻ ആലോചിച്ചു അന്നൊക്കെ എത്ര പേര് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇട്ടേ. പക്ഷേ ആ ആൾക്കാരൊന്നും ഇല്ല ഇപ്പോഴത്തെ വീഡിയോയ്ക്കകത്ത്. ഇവരുടെ ഒരു കംബാക്ക് വന്ന സമയത്ത്, ഒരു തിരിച്ചുവരവ് വന്ന സമയത്ത് ഒരു മനുഷ്യർ പോലും ഇല്ല ഒരു നല്ല കമൻറ്റ് ഇടാൻ. അത് ഓർക്കുമ്പോഴാണ് അതിനേക്കാളും വലിയ കോമഡി. ഓക്കെ, ഇവർ പറയുന്ന ബാക്കിയും കൂടെ ഞാൻ വെക്കാം. ഇതൊക്കെ ഉണ്ടായിട്ട് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തോന്നല്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഫ്രസ്ട്രേഷനൊക്കെ വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഓക്കെ അതൊക്കെ ഒരു സൈഡിൽ അതിൻ്റെ സമയത്തിൽ നടക്കട്ടെ. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും നമ്മൾ നോക്കണം എന്നുള്ളൊരു ചിന്ത, അത് എല്ലാതും ടൈം ഹീൽ ചെയ്യും എന്ന് പറഞ്ഞത് കുറേയൊക്കെ കറക്റ്റാണ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന ടൈം ഹീൽ ചെയ്യുന്ന ഇതുണ്ട്. അത് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും മറക്കണ സംഭവം അല്ലെങ്കിൽ മുമ്പുണ്ടായ വേദനയൊന്നും ഒരു തരത്തിൽ പോലും ഓർമ്മയില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്ക് വിഷമങ്ങളൊക്കെ വരും, പക്ഷെ ഇമ്പോർട്ടൻസ് കുറയും. അതിന് ടൈം വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് സൈക്കാട്രിസ്റ്റ് കൗൺസിലിംഗ് അങ്ങനത്തെ സംഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് നല്ല ഹെൽത്തി ഡയറ്റ് നോക്കിയിട്ട് കഴിക്കുക. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും ഗോൾ വെക്കുക. ഞാനൊരു ഗോൾ വെച്ചിട്ട് എൻ്റെ തടി കുറയ്ക്കണം. കാരണം മുമ്പ് ഞാൻ എത്ര തടി ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഒരു 10-30 കിലോ കൂടി. സോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, എനിക്ക് കാല് വേദന ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഗോൾ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് തടി കുറയണം എന്നുള്ളൊരു ഗോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ആ സമയത്ത് സോഷ്യൽ മീഡിയ മൊത്തം പാലെടുത്തിട്ട് അങ്ങ് അലക്കുകയായിരുന്നു. കാരണം ഇവരങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും വന്ന് പറയത്തൊന്നുമില്ല. പക്ഷേ ഇവർക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിട്ടാണ് അവരന്ന് വയ്യാതെ വന്നതും ഹോസ്പിറ്റലിൽ പോയതും കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. ഇപ്പം എന്തെങ്കിലും ഒരു കംബാക്ക് എന്നിട്ട് നമ്മൾ ഒരു കാര്യം പറയാം. പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോഴും എല്ലാവർക്കും എന്താ പറയുക, അന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആൾക്കാർ സംസാരിച്ച് പോകത്തുള്ളൂ. പക്ഷെ ഈ ഒരു കൊച്ചിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ കാര്യങ്ങൾ ഒരു മനുഷ്യനും പറയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴായിരുന്നു ഞാൻ ആലോചിച്ചത്. എല്ലാവർക്കും കോണ്ടന്റ് മാത്രം മതിയോ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെ കൂടെ എത്തിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. കാരണം ഇത് അറിയാലോ, ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും കൂടെ സന്തോഷമായിരിക്കും, ചിലപ്പോൾ ഒരു മോട്ടിവേഷനാണിത്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ അനുഭവിച്ച് എന്നിട്ട് ഒരു തിരിച്ചുവരവ് വരുമ്പോൾ അതൊക്കെ 4 ആൾക്കാർ അറിയേണ്ട ഒരു കാര്യമാണ്. ആൾക്കാർക്കൊക്കെ ഇതിനൊന്നും സമയമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അത് പറയുമ്പോൾ തന്നെ ഒന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ്, അതുപോലെ തന്നെ ലിഗമെന്റ് സത്യം പറയാലോ, വണ്ണം കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഫിറ്റ്നസ് നോക്കിയായി വരുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതവർ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ആംഗിളിന്റെ ലിഗമെന്റിന് പ്രശ്നമുണ്ട്, സ്ട്രെസ് ഫ്രാക്ചർ ഉണ്ട്. അപ്പോൾ ആ വേദനകൾക്കൊക്കെ കുറവുണ്ട്. നമുക്ക് ബോഡി പെയിനും ഈ മെന്റലി ഉള്ള ഈ ഡിപ്രഷനൊക്കെ എല്ലാതും കണക്റ്റഡ് ആണ്. സോ നമുക്ക് ബാക്കി
കാര്യങ്ങളിൽ ബെറ്റർ ആകുമ്പോൾ നമുക്ക് ഇതും ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പഠിപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ അതുപോലെ തന്നെ ഓക്കെ നമ്മൾ മുമ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേന്ന് കാണുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ജോലി സംബന്ധമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പഠിപ്പ് സംബന്ധമാണെങ്കിലും നമ്മൾ ഓക്കെ നമ്മൾക്ക് ഡിപ്രഷൻ വന്നാൽ ആദ്യം തൊട്ടിട്ട് ചിലപ്പോൾ തുടങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് ചതിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങേണ്ടി വരും, ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് തുടങ്ങേണ്ടി വരും. നമ്മൾ അത്ര നേരം ചിലപ്പോൾ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ജോലി ഉണ്ടാവും, ചിലപ്പോൾ എല്ലാതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പുള്ളി എന്തോ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു കുഴിയിൽ ചെന്ന് ചാടി കഴിഞ്ഞാൽ ഒരു പാഠം പഠിക്കുമല്ലോ. ഒരു കുഴിയിൽ ചാടി ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു പാഠം പഠിക്കും. സത്യത്തില ഇതൊക്കെ വെറുതെ ആൾക്കാരുടെ ഇടയ്ക്ക് പറയാൻ മാത്രമേ ഉള്ളത്തുള്ളൂ. പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും കുഴി ചാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പുള്ളി അതാണ് ഉദ്ദേശിച്ചത്, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ വേറെ എന്തോ ആയിപ്പോയെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ കാണാം. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവൻ കഴിക്കുന്ന ഭക്ഷണത്തിന് വരെ കണക്ക് പറയേണ്ട ഒരു സമയം ഉണ്ടായിരുന്നപ്പോ ഓക്കെ ഇങ്ങനെ കാശ് മാനേജ് ചെയ്യണം, എങ്ങനെ വരവിനനുസരിച്ച് അങ്ങനെ ഓരോ ചിലത് പെയിൻഫുൾ ആയിട്ടുള്ള ഇതിലാണ് നമ്മൾ പഠിക്കണമെങ്കിലും നമ്മൾ പഠിക്കും. സോ ആദ്യമൊന്നും നമുക്കത് നല്ലൊരു ലെസൺ ആണെന്ന് തോന്നില്ല, നമുക്ക് വിഷമം ഹേർട്ടും മാത്രമേ തോന്നിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ കുറച്ച് ടൈം കഴിയുമ്പോൾ ഓക്കെ ഒരു ലെസൺസ് നമ്മൾ പഠിച്ചു, അത് നമ്മുടെ ഇനി വരും ഫ്യൂച്ചറിൽ ആ ലെസൺസ് യൂസ് ചെയ്ത് ബെറ്റർ ആവാൻ നോക്കുക. ഞാൻ ഭയങ്കര ബെറ്ററായി എല്ലാവരും അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞല്ല, പക്ഷെ ഈ എന്നോട് ചോദിച്ചാൽ ഞാൻ ചെറുതായിട്ടാണ് റിക്കവർ ആയിപ്പോ എനിക്കും തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻജോയ് ചെയ്യാൻ ലൈഫ് കൂടുതൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ അതിനൊരു വിലയുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ എന്താ ഓക്കെ, മൊത്തം ഞാനിവിടെ വെക്കുന്നില്ല, അത് അവരുടെ ചാനലിൽ പോയി തന്നെ നിങ്ങൾ കണ്ടാൽ മതി. ഞാനിങ്ങനെ പറയുന്നൊരു കാര്യങ്ങളാണ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ വെക്കത്തുള്ളൂ. അത്യാവശ്യം ഇവരുടെ ഒരു കമ്പാക്ക് വന്നപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി. ഇടയ്ക്കൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്, പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ഒരു നല്ലൊരു ലൈഫാകട്ടെ, നല്ലൊരു പാർട്ണറൊക്കെ കിട്ടട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ബൈ, ലവ് യു ഓൾ ഗൈസ്. ജസ്റ്റ് ഒരു കോണ്ടന്റ് മാത്രം, ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാനങ്ങ് ചെയ്തു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങൾക്ക് ഹാപ്പി ആണെങ്കിൽ ഹാപ്പി എന്ന് പറയാം ഇത് കണ്ടിട്ട്. ഓക്കെ, ബൈ, ലവ് യു ഓൾ.